ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും പിടിതരാതെ ചിക്കൻ വില ചിറകടിച്ചുയരുന്നു. ഈസ്റ്ററും റംസാനും വന്നതോടെയാണ് വില കുത്തനെ ഉയർത്തിയത്. പിന്നീട് കുറച്ചില്ല. 1 കിലോ ലൈവ് ചിക്കന് തെക്കൻ കേരളത്തിൽ 170 രൂപ മുതൽ 190 രൂപ വരെ ഈടാക്കുന്നുമുണ്ട്. 220 രൂപ വരെ വാങ്ങുന്ന ഇടങ്ങളുമുണ്ട്. കെപ്കോയിൽ തൊലി കളഞ്ഞ ചിക്കൻ 1 കിലോയ്ക്ക് 236 രൂപയാണ്. ബിരിയാണി കട്ടിറച്ചിക്ക് 273 രൂപ. വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ബ്രാൻഡഡ് ചിക്കന് 253 മുതൽ 266 രൂപയും ബോൺലെസ് ചിക്കന് കിലോയ്ക്ക് 400 മുതൽ 420 രൂപയുമാണ് വില. കോഴി ഫാമുകൾ കൃത്രിമമായി ക്ഷാമം സൃഷ്ടിച്ച് അനാവശ്യമായി വില വർദ്ധിപ്പിക്കുകയാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സംസ്ഥാനത്തെ ബ്രോയിലർ കോഴികളുടെ ഉൽപാദനം കുറഞ്ഞത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കോഴി ലോബികൾ മുതലെടുക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു ദിവസം 9 മുതൽ 10 ലക്ഷം കോഴികളെയാണ് വിൽക്കുന്നത്. പ്രാദേശികാടിസ്ഥാനത്തിൽ കോഴിഫാമുകൾ ഉണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം കോഴികൾ ചത്തുപോകുന്നത് മുന്നിൽ കണ്ട് കോഴി വളർത്തൽ കുറച്ചിരിക്കുകയാണ്. ചൂട് താങ്ങാനാകാതെ നിരവധി കോഴികൾ ചാകുന്നതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. കനത്ത ചൂട് കാരണം കോഴികളുടെ തൂക്കത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നാണ് ഫാം ഉടമകൾ പറയുന്നതും ഇതാണ് വിലക്കയറ്റത്തിന് പിന്നിലെന്നും പറയുന്നു. ശരാശരി 3 മുതൽ 4 കിലോയുണ്ടായിരുന്ന കോഴികൾക്ക് ഇപ്പോൾ 2.5 കിലോയിൽ താഴെയാണ് തൂക്കം കിട്ടുന്നത്. ചൂട് കൂടിയതോടെ കോഴികൾ തീറ്റയെടുക്കുന്നത് കുറയുകയും ധാരാളമായി വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. ഇതാണ് തൂക്കം കുറയാൻ കാരണം. തമിഴ്നാട്ടിലെ പല്ലടത്തു നിന്നുള്ള കോഴിവരവ് കുറഞ്ഞത് വില വർധനയ്ക്ക് കാരണമായിട്ടുമുണ്ട്. സംസ്ഥാനത്ത് കോഴിഫാമുകളിൽ കടുത്ത ചൂട് മൂലം കോഴികൾ ചത്തൊടുങ്ങുന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കേരളത്തിലേക്ക് പ്രധാനമായും കോഴിയെത്തുന്ന തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. പല ഫാമുകളും കടുത്ത ചൂടിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണയായി കേരളത്തിൽ വില കൂടുന്ന സമയത്ത് തമിഴ്നാട്ടിൽ കുറഞ്ഞു നിൽക്കുന്നതാണ് പതിവ്. ഇത്തവണ പക്ഷേ തമിഴ്നാട്ടിലും വില ഏകദേശം കേരളത്തിലേതിന് സമാനമാണ്. അവിടെയും കടുത്ത ചൂടിനെ തുടർന്ന് ഉൽപാദനം കുറവാണ്. തമിഴ്നാട്ടിലെ നാമമക്കലാണ് കോഴിക്കൃഷിയുടെ കേന്ദ്രം. കേരളത്തിൽ കോഴി ഫാമുകളുടെ എണ്ണം കൂടിയതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവിനെ പൂർണ്ണമായും ആശ്രയിക്കേണ്ട അവസ്ഥ കുറഞ്ഞിട്ടുമുണ്ട്. കാലാവസ്ഥയിലെ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതിനാൽ മെയ് ആദ്യം വരെ വില ഇടിയാനുള്ള സാധ്യത കുറവാണെന്ന് കച്ചവടക്കാർ പറയുന്നു. കോഴിവില കൂടിയതോടെ കച്ചവടവും കുറഞ്ഞിട്ടുണ്ട്. കല്യാണങ്ങളിലും മറ്റു ചടങ്ങുകളിലും കോഴിയിറച്ചി വിഭവങ്ങളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. കാറ്ററിംഗ് നടത്തിപ്പുകാർ വില കൂടുമ്പോൾ ഒന്നെങ്കിൽ കോഴിയിറച്ചി വിഭവങ്ങൾ കുറയ്ക്കുകയോ അളവിൽ വ്യത്യാസം വരുത്തുകയാണ് പലപ്പോഴും ഹോട്ടലുകാർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിടിവിട്ട വില മൂലം താൽക്കാലികമായി കോഴിയിറച്ചി ഒഴിവാക്കാൻ പല ഹോട്ടലുകാരും തീരുമാനിച്ചിട്ടുമുണ്ട്. കോഴിയിറച്ചിക്കൊപ്പം ബീഫ് വിലയും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 300 മുതൽ 380 രൂപ വരെയാണ് പലയിടത്തും ബീഫ് വില. മലബാർ ഭാഗത്ത് വില താരതമ്യേന കുറവാണ്. എന്നാൽ എറണാകുളം, ഇടുക്കി, കോട്ടയം തുടങ്ങി മധ്യകേരളത്തിൽ പലയിടത്തും തോന്നിയ വിലയ്ക്കാണ് ബീഫ് വിൽപ്പന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കർശന പരിശോധനയുള്ള സ്ഥലങ്ങളിൽ വിലയിൽ കുറവ് പ്രകടമാണ്. അതിനിടെ അനധികൃതമായി കോഴിവില വർദ്ധിപ്പിച്ച കുത്തക ഫാം ഉടമകളുടെയും ഇടനിലക്കാരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് ചിക്കൻ വ്യാപാരികൾ സമരത്തിലേക്ക്. ഈ മാസം 23 മുതൽ അനിശ്ചിതകാലത്തേക്ക് കോഴിക്കടകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് ചിക്കൻ വ്യാപാരി സമിതി അറിയിച്ചു. കടയടപ്പ് സമരത്തിന്റെ മുന്നോടിയായുള്ള സമര പ്രഖ്യാപന കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് സൂര്യ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സന്തോഷ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. കോഴി കർഷകരും തമിഴ്നാട് കുത്തക കോഴിഫാം അധികൃതരും ഒരു മാനദണ്ഡവും പാലിക്കാതെ കോഴിയുടെ വില വർദ്ധിപ്പിക്കുകയാണ്. ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനക്കമില്ല. തീവെട്ടിക്കൊള്ള നടത്തുന്ന ഫാം ഉടമകളുടെ വലയിലാണ് അധികാരികൾ. റംസാൻ, ഈസ്റ്റർ, വിഷുക്കാലത്ത് പൊതുജനത്തെ കൊള്ളയടിച്ചു കൊടുത്ത കോഴി മാഫിയ വില വർദ്ധിപ്പിക്കൽ തുടരുകയുമാണ്. കോഴിക്കോട് നഗരത്തിൽ 1 കിലോ ചിക്കന് 270 രൂപയാണ് വില. ഈ പ്രവണത ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് ചിക്കൻ വ്യാപാരി സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുസ്തഫ കിണാശ്ശേരി പറഞ്ഞു. ചിക്കൻ വ്യാപാരി സമിതി ജില്ലാ പ്രസിഡന്റ് KV റഷീദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.